ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ജുജുത്സു കൈസൻ ചാപ്റ്റർ 226ഉം 227ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ എൻഡിൽ ഗോജോൻ്റെ കഴുത്തിൽ സുഗുണ സ്ലാഷ് അറ്റാക്ക് യൂസ് ചെയ്ത് കട്ട് ചെയ്തായിരുന്നു. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഗോജോ റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ അറ്റാക്ക് ഹീൽ ചെയ്യും. നോക്ക്, ഗോജോ ഇപ്പോൾ നിൽക്കുന്നത് സുഗുണയുടെ ഡൊമൈനകത്താണ്. ആൻഡ് പുറത്ത് നിന്ന് ഈ ഫൈറ്റ് കാണുന്നവരിങ്ങനെ പറയും ഗോജോയിന് സ്പീഡ് യൂസ് ചെയ്ത് സുഗുണയുടെ ഡൊമൈൻ്റെ പുറത്തിറങ്ങിക്കൂടെ, കാരണം സുഗുണയുടെ ഡൊമൈൻ ഒരു ഓപ്പൺ ഡൊമൈനാണ്, അതിന് ബാരിയർ ഇല്ല. ബട്ട് ഇതിൻ്റെ ഒരു കുഴപ്പമുണ്ട്, കാരണം ഗോജോ ഇപ്പോൾ കേഴ്സ്ഡ് എനർജി ബേൺ ഔട്ട് ഫീൽ ചെയ്യാണ്, കാരണം ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്തതേ ഉള്ളൂ ഗോജോ. ആൻഡ് ഡൊമൈൻ എക്സ്പാൻഷൻ ഒരുപാട് കേഴ്സ്ഡ് എനർജി കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ഗോജോയിന് ലിമിറ്റ്ലെസ് യൂസ് ചെയ്ത് ടെലിപ്പോർട്ടും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് സുഗുണ ഈ സിറ്റുവേഷൻ്റെ കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഗോജോൻ്റെ മുകളിൽ എല്ലാ സൈഡിൽ നിന്നും സ്ലാഷ് അറ്റാക്ക് യൂസ് ചെയ്യും. ആൻഡ് ഗോജോ കംപ്ലീറ്റ്ലി എല്ലാ സൈഡിൽ നിന്ന് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം സുഗുണ ഗോജോൻ്റെ കൂടെ ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ബട്ട് ഇത്രയൊക്കെ സ്ലാഷസ് കൊണ്ടിട്ടും റിവേഴ്സ്ഡ് കേഴ്സ് എനർജി യൂസ് ചെയ്തിട്ടും ഗോജോ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ ഡോമിനേറ്റ് ചെയ്യുമായിരുന്നു. ഇതൊക്കെ കണ്ട് സുഗുണ വരെ ഇമ്പ്രസ്ഡ് ആവും. എന്നിട്ട് സീൻ കട്ടായിട്ട് യൂജിനെ കാണിക്കും. യൂജി പറയും സുഗുണേൻ്റെ ഡൊമൈൻ പൊളിക്കാൻ അതിനകത്തുള്ള ഷ്രൈനെ പൊളിച്ചാൽ മതിയോ എന്ന്. അപ്പോൾ അവിടെ ഈ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയും ഈ ഡൊമൈനകത്തിന് ഉള്ള സാധനങ്ങളെല്ലാം അൺറിയലാണ്, ആൻഡ് അത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് തന്നെ ഉറപ്പ് പറയാൻ പറ്റില്ല. അത് പൊളിച്ചാൽ ഡൊമൈൻ പൊളിയോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. ഇനി ഫൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഗോജോവും ആ ഷ്രൈനിൽ അവൻ്റെ കണ്ണ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഗോജോ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗോജോ എന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിമ്പിൾ ഡൊമൈൻ യൂസ് ചെയ്യും. സിമ്പിൾ ഡൊമൈൻ കുറച്ച് നേരത്തേക്ക് സുഗുണേൻ്റെ സ്ലാഷസിൽ നിന്ന് ഗോജോനെ രക്ഷിക്കും. ബട്ട് സിമ്പിൾ ഡൊമൈൻ എത്ര നേരം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒറിജിനൽ ഡൊമൈൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഗോജോൻ്റെ സിമ്പിൾ ഡൊമൈനും പൊട്ടും. അതിനുശേഷം സുഗുണയുടെ സ്ലാഷസ് വീണ്ടും ഗോജോനെ വെട്ടാൻ തുടങ്ങും. ബട്ട് ഈ ടൈമിലൊരു കുഴപ്പമുണ്ട്, ഗോജോന് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും ഗോജോൻ്റെ കേഴ്സ്ഡ് എനർജി തീർന്നുവെന്ന്, ആൻഡ് അവന് റിവേഴ്സ് കേഴ്സ്ഡ് എനർജി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഗോജോ സുഗുണേനെ കയറി കെട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് സുഗുണേൻ്റെ മുകളിൽ റിവേഴ്സൽ റെഡ് അടിച്ച് അവനെ ഷ്രൈനിൻ്റെ മുകളിലേക്ക് തെറിപ്പിക്കും. ആൻഡ് ഷ്രൈൻ കുറച്ചായിട്ട് പൊളിയും. ഗോജോ ഇത്രയും നേരം അവൻ്റെ റിവേഴ്സ് കേഴ്സ്ഡ് എനർജി കൊണ്ട് ഹീൽ ചെയ്യാത്തതിൻ്റെ റീസൺ ആയിരുന്നു അവൻ റിവേഴ്സ് കേഴ്സ്ഡ് എനർജി കൊണ്ട് അവൻ്റെ കേഴ്സ്ഡ് എനർജി ഹീൽ ചെയ്യുമായിരുന്നു. ആൻഡ് ഇപ്പോൾ ഗോജോയിൻ്റെ കേഴ്സ്ഡ് എനർജി ബേൺ ഔട്ട് ഗോജോ ഹീൽ ചെയ്തുകൊണ്ട് തന്നെ ഇനി ഗോജോയിന് കേഴ്സ്ഡ് എനർജി യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് വീണ് കിടക്കുന്ന സുഗുണ എണീറ്റ് ഫൈറ്റിലേക്ക് തിരിച്ചു വരും. ആൻഡ് ചാപ്റ്റർ 226 ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോൻ്റെ പാർട്ട് 1ൻ്റെ പാർട്ട് 2ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ചാപ്റ്റർ 227ലേക്ക് കടക്കാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഗോജോ റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് യൂസ് ചെയ്ത് കേഴ്സ്ഡ് എനർജി ഹീൽ ചെയ്തത് കണ്ട് യൂത്ത് അന്തം വിട്ട് നിൽക്കുകയായിരിക്കും. എന്നിട്ട് യൂത്ത് പറയും ഇത് ഓൾമോസ്റ്റ് ഒരു ഇമ്പോസിബിൾ സംഭവമാണ് ഗോജോ ചെയ്തത്. എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയും, ഇപ്പോൾ ഒരു എൻജിൻ കേടായെന്ന് വെച്ചോ, ആ എൻജിന് നമുക്ക് ടൂൾസ് വെച്ച് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഒരു എൻജിൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓവർ യൂസ് ചെയ്ത് ഭയങ്കര ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ടൂൾസ് വെച്ച് അതിനെ ശരിയാക്കാൻ പറ്റില്ല, അത് നമ്മൾ തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. ബട്ട് ഇവിടെ ഗോജോ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഗോജോ അത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാതെ കംപ്ലീറ്റ്ലി അതിനെ റിപ്പയർ ചെയ്ത് കളഞ്ഞു. ഇനി ഫൈറ്റിലേക്ക് വരാം. ഗോജോ സുഗുണയോട് പറയും നിനക്ക് നിൻ്റെ ഡൊമൈൻ കുറച്ചും കൂടെ വലുതാക്കിക്കൂടെ എന്ന്. സുഗുണ അത് കേട്ട് അത് തന്നെ ചെയ്യും, അവൻ്റെ ഡൊമൈൻ കുറച്ചും കൂടെ വലുതാക്കും. ആ സമയത്ത് തന്നെ ഗോജോയും രണ്ടാമത്തെ തവണ അവൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്യും. വേണമെങ്കിൽ ഈ ടൈമിൽ സുഗുണയ്ക്ക് പുറത്തുനിന്ന് പ്രഷറൈസ് ചെയ്ത് ഗോജോൻ്റെ ഡൊമൈൻ വേണമെങ്കിൽ പൊട്ടിക്കാൻ പറ്റും. ബട്ട് ഈ തവണ ഗോജോ ഒരു കാര്യം ചെയ്തു. ഗോജോ അവൻ്റെ ഡൊമൈനിൻ്റെ കണ്ടീഷൻ തന്നെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഗോജോൻ്റെ ഡൊമൈൻ പുറത്തുനിന്ന് സ്ട്രോങ്ങും ആൻഡ് അകത്തുനിന്ന് വീക്കുമാണ്. ആൻഡ് ഇതിന് ശേഷം ഗോജോയും സുഗുണ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിന് വേണ്ടി ഇറങ്ങും. ആൻഡ് അപ്പോൾ ഗോജോ ശ്രദ്ധിക്കും സുഗുണ ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ ഡൊമൈൻ എക്സ്പാൻഷൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ബട്ട് സുഗുണ കിങ് ഓഫ് കേഴ്സസ് ആണ്, അവൻ എന്തും പോസിബിളാണ്. അപ്പോഴാണ് ഗോജോ ശ്രദ്ധിക്കുന്നത് സുഗുണയുടെ സ്ലാഷസ് ഒന്നും ഗോജോൻ്റെ മുകളിൽ കൊള്ളുന്നില്ലെന്ന്. അതേ സമയത്താണ് സുഗുണ ഗോജോൻ്റെ പിറകി വന്ന് അവൻ്റെ കോണ്ടാക്റ്റിൽ ചെന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് കാണും. സുഗുണയുടെ ഡൊമൈനിൻ്റെ സ്ലാഷസ് എന്തുകൊണ്ടാണ് ഗോജോനെ കൊള്ളാത്തത്? അതിൻ്റെ റീസണാണ് സുഗുണ അവൻ്റെ ഡൊമൈനിൻ്റെ ഷുവർ ഹിറ്റ് എഫക്റ്റ് ഓഫ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യനാണ് സുഗുണ എന്തിനാണ് ഗോജോൻ്റെ കോണ്ടാക്റ്റിൽ അവൻ്റെ പിറകെ വന്ന് നിൽക്കുന്നതെന്ന്. ഇതിൻ്റെ റീസണാണ് സുഗുണ അവൻ്റെ ഡൊമൈനിൻ്റെ ഷുവർ ഹിറ്റ് എഫക്റ്റ് ഓഫ് ചെയ്തപ്പോൾ ഗോജോൻ്റെ ഡൊമൈനിൻ്റെ ഷുവർ ഹിറ്റ് എഫക്റ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ആൻഡ് ഗോജോൻ്റെ ഡൊമൈനിൻ്റെ ഒരു കണ്ടീഷനാണ് ഗോജോയും ഗോജോനെ തൊടുന്ന ആളുടെയും മുകളിൽ ഗോജോൻ്റെ ഡൊമൈനിൻ്റെ ഷുവർ ഹിറ്റ് എഫക്റ്റ് വർക്കാവത്തില്ല. അതുകൊണ്ടാണ് സുഗുണ ഗോജോൻ്റെ കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നത്, അവൻ്റെ മുകളിൽ എഫക്റ്റ് കൊള്ളാതിരിക്കാൻ വേണ്ടി.
സോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും സുഗുണ എന്തിനായിരിക്കും അവൻ്റെ ഡൊമൈനിൻ്റെ അറ്റാക്സ് ഓഫ് ചെയ്തതെന്ന്. ദ റീസൺ ഈ സുഗുണ അവൻ്റെ മേജർ കേഴ്സ് എനർജി അവൻ്റെ ഡൊമൈനിൻ്റെ പുറത്തേക്ക് വിടുമായിരുന്നു. എന്നിട്ട് പുറത്ത് നിന്ന് ഗോജോയിൻ്റെ ഡൊമൈനെ പൊട്ടിക്കും. സുഗുണയും ഗോജോനെ പോലെ അവൻ്റെ ഡൊമൈനിൻ്റെ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തായിരുന്നു. ആൻഡ് ഗോജോയിൻ്റെ ഡൊമൈൻ പൊട്ടിയതും സുഗുണ സ്ലാഷ് അറ്റാക്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഗോജോനെ എല്ലാ സൈഡിൽ നിന്നും വീണ്ടും കട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ ടൈമിൽ ഗോജോ കമ്പാരിറ്റീവ്ലി കുറച്ച് ഡാമേജ് എടുക്കുന്നുള്ളൂ ഈ അറ്റാക്ക് കൊണ്ട്. ആൻഡ് അതിൻ്റെ റീസണാണ് ഒരു സീക്രട്ട് ടെക്നിക്ക്, ഫോളിങ് ബ്ലോസം ഇമോഷൻ. ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരാളുടെ ദേഹത്ത് വരുന്ന അറ്റാക്കിൻ്റെ സൈഡ് എഫക്ട്സ് കുറച്ചേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ഫൈറ്റ് തുടങ്ങി ഇത്രയും നേരം കൊണ്ട് തന്നെ ഗോജോ ഓൾറെഡി 2 വട്ടം ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്ത്. ആൻഡ് യൂഷ്വലി ഒരാൾക്ക് 1 വട്ടം ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഗോജോ ഈസ് ഗോജോ. എന്നിട്ട് ഗോജോ 3ാമത്തെ വട്ടം അവൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ യൂസ് ചെയ്യും. ആൻഡ് ഈ വട്ടം ഗോജോ അവൻ്റെ ഡൊമൈൻ സുഗുണേൻ്റെ ഡൊമൈനെയും കാട്ടിയും വലുതാക്കി ഉണ്ടാക്കും. സുഗുണേൻ്റെ ഡൊമൈനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യും ഗോജോൻ്റെ ഡൊമൈൻ. ബട്ട് ഒരു കുഴപ്പമുണ്ട്, ബാരിയറുള്ള ഡൊമൈൻ എത്ര വലുതാകുമോ അത്രയും വീക്കാകും. ആൻഡ് ഗോജോൻ്റെ ഡൊമൈൻ വലുതാകും തോറും അത് പൊട്ടിപ്പൊളിയാൻ തുടങ്ങും ഓരോ സൈഡിൽ നിന്നും. അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഗോജോൻ്റെ ഡൊമൈൻ പെല്ലെ ചെറുതാകാൻ തുടങ്ങുകയാണെന്ന്. ആൻഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു ടെന്നീസ് ബോളിൻ്റെ സൈസ് വരെ ആകും. ആൻഡ് ചാപ്റ്റർ 227 ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇച്ചിരി ലേറ്റായിപ്പോയി, നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ആൻഡ് വല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. As always, keep being awesome. Bye.